A+2 സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത്. ആ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അതിൻ്റെ ഗുണം എന്തൊക്കെയാണ് എന്നുള്ള വിവരവും അതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ആ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സൗകര്യമില്ലാത്തതിൻ്റെ അവസ്ഥയും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് എന്ന ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ശരിക്കും PMJAY, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇതൊരു ഫാമിലി പദ്ധതിയാണ്. നിലവിൽ ആദ്യമേ അങ്ങ് പറയാം, ഈ പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്ത് നമുക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. മറ്റ് സംസ്ഥാനത്തുള്ളവർക്ക് കഴിയും. കാരണം കേരളത്തിൽ അത് കഴിയാത്തതിൻ്റെ കാരണം ഞാൻ അവസാനം പറയാം. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഈ പദ്ധതി യഥാർത്ഥത്തിൽ 5 ലക്ഷം രൂപ വരെ ഒരു കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ മൊത്തമായി കിട്ടും. ഒരു വർഷത്തെ ഈ ഹെൽത്ത് ഇൻഷുറൻസാണ് ഇത് പറയുന്നത്. റേഷൻ കാർഡിൽ പേരുള്ള ഒരു ഫാമിലിയിലെ എല്ലാവർക്കും ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ എന്നല്ല, ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ ഒരു വർഷം ചികിത്സയ്ക്ക് നൽകും എന്ന് പറഞ്ഞാൽ അത് ആ ഇൻഷുറൻസ് സൗജന്യമായി നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് സൗജന്യമായി ലഭിക്കും എന്ന് അർത്ഥം. ഈ പദ്ധതിയിൽ ചേരുമ്പോൾ എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രിയിൽ മാത്രമേ ഈ സൗജന്യ ചികിത്സ കിട്ടുകയുള്ളൂ. അപ്പോൾ കുടുംബത്തിൽ എത്ര അംഗമുണ്ടോ ആ അംഗങ്ങൾക്കെല്ലാം തന്നെ ഈ ചികിത്സാ സൗജന്യം ലഭിക്കും. 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സൗജന്യം കയ്യിലല്ല തരിക, എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രിക്ക് നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ രോഗത്തിനും ഇതിൻ്റെ കവറേജ് ഉണ്ട്. നിലവിൽ രോഗമുണ്ടെങ്കിൽ അതിനും കവറേജ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. ഈ ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ, ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് ആശുപത്രിയിലും ഈ സൗജന്യ ചികിത്സ ലഭിക്കും. പക്ഷേ എംപാനൽ ചെയ്യപ്പെട്ട ഹോസ്പിറ്റൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇൻഷുറൻസ് കവറേജുകളിനകത്തും എംപാനൽ ചെയ്യപ്പെട്ട ഹോസ്പിറ്റലിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൽ പെട്ടെങ്കിലേ പറയുള്ളൂ. അതിൻ്റെ ലിസ്റ്റിൽ ഏതൊക്കെ എംപാനൽ ചെയ്യപ്പെട്ട ഹോസ്പിറ്റൽ എന്ന് നിങ്ങൾക്കറിയാനുള്ള ഒരു സൈറ്റുണ്ട്, ഞാനത് അവസാനം പറയാം. ഇത് കിടത്തി ചികിത്സയ്ക്ക് കിട്ടും, പരിശോധനകൾക്കെല്ലാം ഈ കവറേജ് കിട്ടും, മരുന്നുകൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മരുന്നുകളും അതിന് ശേഷമുള്ള മരുന്നുകൾക്കും ഈ കവറേജ് കിട്ടും എന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതിനകത്ത് ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല. സ്ത്രീയെന്നോ പുരുഷനെന്നോ രീതിയിലുള്ള വേർതിരിവില്ല. ഫാമിലി ഒരു 16 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും എല്ലാം ഉണ്ടാവും. പക്ഷേ എല്ലാവരുടെയും പേര് റേഷൻ കാർഡിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാർഡിൻ്റെ URM നമ്പർ റേഷൻ കാർഡുമായി ലിങ്ക് സാധാരണ രീതിയിൽ ഇത് ചേരുമ്പോൾ ചെയ്തിട്ടുണ്ടാകും നിങ്ങളൊക്കെ. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഈ കവറേജിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ ഫാമിലി ഫ്ലോട്ടർ പോളിസിയാണ് ഇതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ബാധകമാകും. ആകെ ലഭിക്കുന്നത് 5 ലക്ഷം രൂപയാണെന്ന് ഓർത്തിരിക്കുക. ലിസ്റ്റിൽ പേരുണ്ടോ, എംപാനൽ ചെയ്ത ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് എന്ന് അറിയുന്നതിന് www.abdm.gov.in എന്ന സൈറ്റാണ്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ സൈറ്റിൽ കയറിയാൽ നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഉണ്ടോ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള എംപാനൽ ചെയ്ത ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ മുൻകൂർ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ചേർന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആയുഷ്മാൻ ഭാരതിൽ ഇതുവരെ ചേർന്നിട്ടുള്ള ആളുകൾ ഇത് പരിശോധിച്ചിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. കേരളത്തിലെ സ്ഥിതി പറയാം. കേരളത്തിൽ ഇവിടെയുള്ള ആ ഇൻഷുറൻസുകൾ എല്ലാം കൂടെ ഏകോപിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഇവിടെ കാരുണ്യ എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിനെ ലിങ്ക് ചെയ്തു, കാരുണ്യ ബെനവലൻ്റ് സ്കീമുമായിട്ട് ലിങ്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കേരളത്തിലെ ആർക്കും ചേരാൻ പറ്റാത്ത സ്ഥിതി വന്നു. കാർഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നില്ല.
പക്ഷേ ഇത് ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ കാരുണ്യയിൽ ചേരുമ്പോൾ നമുക്ക് 3 ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവർക്കെല്ലാം ഗവൺമെൻറ്റിൻ്റെ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ നിന്നും ചികിത്സ ലഭിക്കും. അത് നിങ്ങൾക്കിപ്പോഴും ചേരാം. അതിന് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ഓരോ ഹോസ്പിറ്റലിലും ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാരുണ്യ ബെനവലൻ്റ് സ്കീമിലേക്ക് നിങ്ങൾക്ക് ചേരാം. അവിടെ തീർച്ചയായും സൗജന്യ ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക. അതിൽ റേഷൻ കാർഡ് നിങ്ങൾ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ്. അതുപോലെ ആധാർ കാർഡും നിങ്ങളുടെ കൈവശം ഉണ്ടാകണം. സൗജന്യ ചികിത്സയാണ്. അത് കാസ്പ് എന്ന് പറയും, KASP എന്ന് പറയുന്ന സ്കീമാണ്. കാരുണ്യ ബെനവലൻ്റ് സ്കീം ആണ് ഇതിൻ്റെ ചുരുക്കം പേര് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അറിയേണ്ടത് ഒന്ന്, ആയുഷ്മാൻ ഭാരതിലും ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ പലപ്പോഴും അത് ആദ്യകാലത്ത് പല ഹോസ്പിറ്റലുകളിലും വളരെ ആവേശത്തോടു കൂടി ഇതിനകത്ത് ചേർന്നെങ്കിലും പലരും എംപാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നും പുറത്തു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില സർക്കാർ ആശുപത്രികളിൽ മാത്രമായി ആയുഷ്മാൻ ഭാരത് ഒതുങ്ങിയോ എന്നുള്ള ഒരു സന്ദേഹം ഉണ്ട്. എന്തായാലും എംപാനൽ ചെയ്ത ലിസ്റ്റ് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ചേർന്നവർ, ആയുഷ്മാൻ ഭാരതിൽ ചേർന്ന് കാർഡ് കിട്ടിയ ആളുകൾ അത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. അല്ലാത്ത ആളുകൾ, 3 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർ തീർച്ചയായും കാരുണ്യ ബെനവലൻ്റ് സ്കീമിൽ നിങ്ങൾ ചേരണം എന്നുള്ളതും ഓർത്തിരിക്കുക. കാരണം ഇവിടെ നിങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നുണ്ട്.